ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്നേ കറുകലപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അല്ലേ? അതിന് ഞാൻ കുറച്ച് കറുകലെടുത്തിട്ട് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറുകലേമൽ നല്ലോണം പൊടിയൊക്കെ ഉണ്ടാകും, അതുകൊണ്ടാണ് നല്ലോണം കഴുകണം എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഈർക്കിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ കറുകലേനെ ഇതേപോലെ കുമ്പിളികളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിലാണ് നമുക്ക് അപ്പം ഉണ്ടാക്കേണ്ടത്. ഞാനതിന് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉരുക്കിയിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു വട്ടപ്പാത്രം എടുത്തിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ഈ പാത്രത്തിൽ 1.5 പാത്രം ശർക്കരയുടെ ചാറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കരയുടെ വെള്ളം എടുത്തില്ലേ, അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം പൊടി, അരിയുടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വെള്ളം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ തന്നെ വെള്ളം ഒന്ന് തിളച്ച് പൊടിയുടെ മേലെ വന്ന് തിളച്ച് പൊടി നല്ലപോലെ തന്നെ വെന്ത് വരണം കേട്ടോ. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ പൊടി നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു നാളികേരം ചിരകിയ നാളികേരവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജീരകവും, ഒരു ചെറിയ ജീരകം കേട്ടോ, പിന്നെ ഒരു 2 ഏലക്കായ പൊടിച്ചതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. ഞാൻ പത്തിരിയുടെ റെസിപ്പി വീഡിയോ ഇട്ടില്ലേ, അതിൽ കാണിച്ച പോലെ തന്നെ നല്ല പോലെ കുഴച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറുകലയുടെ കുമ്പിളിയില്ലേ, അതിലേക്ക് ഈ മാവിനെ നിറച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാതും നമുക്ക് നിറച്ച് കൊടുക്കണേ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഒരു ഇഡലി പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. പിന്നെ ഒരു 2 കറുകല ഞാൻ ഇതേപോലെ കീറിയതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ അടിയിലെ പാത്രം ഇല്ലേ, അത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളായ നിറച്ച് വെച്ച കുമ്പിളി മുഴുവനും അതിൽ വെച്ച് കൊടുക്കണേ. കണ്ടില്ലേ, ഇതേപോലെ നിറച്ചും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് മൂടിയിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കുമ്പിളിയപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിലർ കുമ്പിളിയപ്പം എന്ന് പറയും, ചിലർ നമ്മളിവിടെയൊക്കെ കറുകലപ്പം എന്നാണ് പറയണത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറുകലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.